ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എം.കോം സ്റ്റുഡൻസിന്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. ജനുവരി 1 മുതലാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് 5 സബ്ജക്റ്റ് ആണുള്ളത്. സോ 5 സബ്ജക്റ്റിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതല്ലാതെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റുടെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഇതിന്റെ മുന്നിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ എക്സാംസിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആണ്. ഓക്കെ, 2020 മുതൽ 2024 വരെയുള്ള ഓരോ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾ ഇനി എത്രത്തോളം ഏതൊക്കെ ഏരിയസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസി എന്ന സബ്ജക്റ്റ് 2020 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് സെക്ഷൻ എ ബി സി എന്നുള്ള 3 സെക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ 2 വെയിറ്റേജ്, ദെൻ 3 വെയിറ്റേജ്, ദെൻ 5 വെയിറ്റേജ് ആണ് വരുന്നത്. 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മൊത്തം 7 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ നോക്കേ, ഓരോ ക്വസ്റ്റ്യൻസും എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്. വാട്ട് ഇസ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ പറഞ്ഞാൽ എന്താണ്? ഫെമ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ എക്സിറ്റ് പോളിസി, ദെൻ അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ എന്താണ്? ഗ്രീൻ ഫിനാൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് 2 വെയിറ്റേജിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൽ നിങ്ങൾക്ക് 4 നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ സെക്ഷൻ ബിയിലോട്ട് പോവാണെങ്കിൽ ക്രിട്ടിക്കലി എക്സാമിൻ ദ ഗാഡ്ജിൽ റിപ്പോർട്ട് ഇൻ ലൈറ്റ് ഓഫ് കേരള ഫ്ലഡ്. അതായത് കേരളയിൽ നടന്ന ഫ്ലഡിന് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗാഡ്ജിൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു എക്സാമിനേഷൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ പ്രൈവറ്റൈസേഷനും ഡിസ്ഇൻവെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഹൗ പ്രസന്റ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ കോൺട്രിബ്യൂട്ട്സ് ടു ബിസിനസ് എൻവയോൺമെന്റ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് ഹൗ ഗ്ലോബലൈസേഷൻ അഫക്ട് ബിസിനസ് സെക്ടർ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു സ്റ്റോപ്പിംഗ് ബ്ലാക്ക് മണി. ബ്ലാക്ക് മണിനെ എങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റോപ്പ് ചെയ്യണേ, അതിനുള്ള ഒരു റോൾ എന്താണ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് GST ഇൻ ഇന്ത്യ. GSTനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് ചെയ്യേണ്ടത് ഇവിടെ. ദെൻ മോണിറ്ററി പോളിസിയുടെ ടൂൾസ്, RBI യൂസ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയുടെ ടൂൾസ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഈ ബാങ്ക് റേറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് റേറ്റ്സിന്റെ ടൂൾസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യില്ലേ, അങ്ങനെയുള്ള ടൂൾസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ സിയിലോട്ട് പോവാണെങ്കിൽ എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്കസ് ദ പ്രൊവിഷൻസ് ഓഫ് RTI ആക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ ഡിസ്റ്റിങ്വിഷ് ദ റോൾ പ്ലേഡ് ബൈ നീതി ആയോഗ് ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 വന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ കോൺട്രിബ്യൂഷൻസ് ബൈ ഇന്ത്യ ഇൻ ദ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചസ്. അതായത് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചസുമായിട്ട് വരുന്ന ആ സമ്മിറ്റ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുമല്ലോ, ആ റിപ്പോർട്ടും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് 2020 വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ 2021 പോവുകയാണെങ്കിൽ പാർട്ട് എയിൽ നമ്മൾക്കുള്ളത് ട്രേഡ് യൂണിയൻ എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യാനായിട്ട്, ദെൻ ക്യാപിറ്റലിസം പറഞ്ഞാൽ എന്താണ്, പോവർട്ടി പറഞ്ഞാൽ എന്താണ്, ഫിസ്ക്കൽ പോളിസി എന്താണ്, വാട്ടർ പൊല്യൂഷൻ എന്താണ്, അതേപോലെ തന്നെ ഫിൻടെക് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, ദെൻ കാർബൺ ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് 2 വെയിറ്റേജിന് വരുന്നത്. ദെൻ 3 വെയിറ്റേജിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ്. ദെൻ പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ മോണിറ്ററി പോളിസി എന്താണ് എന്നുള്ളതും ദെൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാനായിട്ടാണ്. ദെൻ ബ്ലാക്ക് മണിയും ഫെമ ഇത് രണ്ടും തമ്മിലൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ എക്സിം പോളിസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനും അതിന്റെ ഒബ്ജക്റ്റീവ്സും ആണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സെസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ RTI ആക്ട് 2005 എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. ഇതൊക്കെയാണ് ബി പാർട്ടിൽ വരുന്നത്. ദെൻ സി പാർട്ടിൽ ഇതിൽ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് GST ഇൻ ഇന്ത്യ. ദെൻ നെക്സ്റ്റ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം വരുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് IT ആക്ട്
2000 ബേസിസിൽ വരുന്ന അതിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 2021 വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ 2022 പോവാണെങ്കിൽ ബിസിനസ് എൻവറോൺമെന്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയൻ എന്താണ്, അതേപോലെ തന്നെ ബഡ്ജറ്റ് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലേഷൻ എന്താണ്, FII പറഞ്ഞാൽ എന്താണ്, ക്രിപ്റ്റോ കറൻസി പറഞ്ഞാൽ എന്താണ്, ലാൻഡ് പൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് പാർട്ട് എയിൽ വരുന്നത്. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ നീതി ആയോഗ് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ദെൻ പ്രൈവറ്റൈസേഷന്റെ മെറിറ്റും ഡിമെറിറ്റും, ദെൻ അതേപോലെ തന്നെ മോണിറ്ററി പോളിസി എന്താണ്, മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ GST എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് ആണ്. ദെൻ ഫെമ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ദെൻ സെസ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്, ദെൻ എയർ പൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്, അതെന്തൊക്കെ കോസസ് ആണ്, എയർ പൊല്യൂഷനോട് എന്തൊക്കെ കോസസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ പാർട്ട് സിയിലോട്ട് പോവാണെങ്കിൽ ബിസിനസ് എൻവറോൺമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇവിടെ നമ്മളപ്പോൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എഴുതേണ്ടതായിട്ട് വരും, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ലിബറലൈസേഷൻ പറഞ്ഞാൽ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണ്. ദെൻ FDI ഇൻ റീറ്റെയിൽ സെക്ടർ ഇൻ ഇന്ത്യ ഇസ് ബൂം ഓർ ബാൻ ഡിസ്കസ്. അതായത് FDIനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റീറ്റെയിൽ സെക്ടറിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് FDI ബൂൺ ആണോ അല്ലെങ്കിൽ ബാൻ ആണോ ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതേപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ടും എൻവറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇത് രണ്ടും തമ്മിലുള്ള നോട്ട്സ്, അതായത് ഇതിനെക്കുറിച്ച് എഴുതാനാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് 2022 വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ 2023 പോവുകയാണെങ്കിൽ ട്രേഡ് യൂണിയന്റെ റോൾ എന്താണെന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പ്രൈവറ്റൈസേഷൻ പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതും, അതേപോലെ തന്നെ മോണിറ്ററി പോളിസി അത് കൊണ്ടുവരുന്ന ഇംപ്ലിമെന്റേഷൻസ് കാര്യങ്ങൾ എന്താണ്, അതേപോലെ തന്നെ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്താണ് എന്നുള്ളതിന്റെ ബേസിസിലാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് ജനറേഷൻ സ്കീം ഉണ്ടാകും, അതായത് എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീം ഉണ്ടാകും, അതിനെക്കുറിച്ച് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മേജർ ലെജിസ്ലേഷൻ പാസ്ഡ് ഇൻ ഇന്ത്യ ഫോർ എൻഷുറിംഗ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഇന്ത്യ പാസ് ചെയ്ത ലെജിസ്ലേഷനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് വിച്ച് ആർ ദ റൂട്ട് ഓഫ് FDI അപ്രൂവൽ, അതായത് FDIക്ക് കിട്ടുന്ന അപ്രൂവൽ എങ്ങനെയൊക്കെയാണ് അപ്രൂവൽ കിട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മാധവ് ഗാഡ്ജിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്ഷൻ ബിയിലോട്ട് പോവുകയാണെങ്കിൽ ബിസിനസ് എൻവറോൺമെന്റ് ഫീച്ചേഴ്സ് ആണ്. ദെൻ അതിനുശേഷം ക്വാളിറ്റി സർക്കിൾ പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ കോസസ് ഫോർ റീജിയണൽ ഇംബാലൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ അതിനുശേഷം ബ്ലാക്ക് മണി ഓഫ് ഇന്ത്യൻ എക്കോണമി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ദെൻ കോമ്പറ്റീഷൻ ഓഫ് ലോ ഇൻ ഇന്ത്യ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത്. അതിനുശേഷം വാട്ടർ പൊല്യൂഷൻ അതിന്റെ കോസസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ദെൻ സെക്ഷൻ സിയിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പറയുന്നതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ FDI പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ പോവർട്ടി, ഇന്ത്യയുടെ പോവർട്ടി എന്ന് വരുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് എലോബറേറ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നീതി ആയോഗയുടെ ഫംഗ്ഷൻസും നേച്ചറും ആണ് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറെന്റ് ഇന്റർനാഷണൽ എൻവറോൺമെന്റ് ഫോഴ്സസ്. ഡിഫറെന്റ് ഇന്റർനാഷണൽ എൻവറോൺമെന്റ് ഫോഴ്സസിൽ വരുന്ന കാര്യങ്ങൾ അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 2020 മുതൽ 23 വരെയുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. സോ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതായത് നമ്മുടെ ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ നീതി ആയോഗ്, ദെൻ പ്രൈവറ്റൈസേഷൻ അതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണ് എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, 5 വെയിറ്റേജ് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ മൊഡ്യൂൾ വൈസുള്ള ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്, നമ്മുടെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. സോ അതും കൂടി നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ.